അപ്പോൾ ഹലോ ഗായ്സ്, ദിസ് ഈസ് PG ഗെയിമിംഗ് സോൺ. നമ്മളാണെന്നുണ്ടെന്ന് വന്നിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻട്രോ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീടിൻ്റെ കുറേ പണി ചെയ്തിട്ടുണ്ടാവും. അങ്ങോട്ട് നോക്കി അങ്ങ് മനസ്സിലാവും ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. പണി തീർന്നിട്ടില്ല, ലേശവും കൂടി പണി അവിടെ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ലെക്കാണെന്ന് വേണേൽ പറയാം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പണി ഇപ്പം നമുക്ക് നേരെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് ക്യാമറയിലല്ല ചെയ്തത്. എപ്പോഴത്തെ പോലെ തന്നെ എൻ്റെ ഫോണങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഫോണാണ് കഴിക്കുന്നത്. ചാർജ് ഇപ്പോഴും 17% ഉള്ളൂ. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്ന കാണിക്കുന്ന ഒരു മനുഷ്യങ്ങൾ ഇതാക്കണം കഴിച്ചു. നമ്മൾ കുറേ പണി ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. നമ്മളെ മൈനിങ് ഏരിയ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ സാധാരണ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു നേരെ ഒരു ഇതുപോലെയുള്ള എന്നിട്ട് നമ്മൾ ഇവിടത്തേക്ക് ഒരു ഡോർ സെറ്റ് ചെയ്തു. ഇവിടെ നിന്ന് വന്ന് കയറാൻ കഴിയുന്ന പോലെ. പിന്നെ ആ ഡോറ് നേരെ കൊണ്ടുവച്ച് ഇങ്ങോട്ടാക്കിയിട്ട് അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോണ് മൈൻ ചെയ്യാൻ വേണം ഇത് യൂസ് ചെയ്യുക. പക്ഷേ അത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇതാണ് എൻ്റെ പ്രോപ്പർ ഇത്. എസ്കേവ് പോകേണ്ട വഴി ഇതാണ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. കണ്ടോ, ആ വഴി കണക്റ്റഡ് അല്ലേ? അല്ല, കണക്റ്റ് ആക്കുമ്പോൾ. പിന്നെ വേറെ അപ്ഡേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡാണ്. പിന്നെ ഇവിടെ നമ്മൾ ഈ സാധനം വെച്ചു, ഈ ഒരു വാള് വെച്ചു. പിന്നെ ആ വുഡും വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മുകളിലേക്കുള്ള ഡേറ്റെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് നമ്മൾ വേറെ മറ്റേ ബ്ലോക്ക് വെക്കും. എന്ത് വെക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഫോണങ്ങ് സ്വിച്ച് ഓഫ് ആയത്. പിന്നെ പറയണ്ടല്ലോ, സാധാരണ നടക്കുമ്പോൾ നമ്മളങ്ങ് പോയിട്ടോ. പോവാൻ മീൻസ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉദ്ദേശിച്ചതെന്ന്. ഇവിടെ അത് വെച്ച് ശരിയാവില്ല. നമുക്കിവിടെ ഒരു ലീഫ് വെക്കാം. ഇത് ഇവിടുന്ന് കണക്റ്റ് ആകുമ്പോൾ വെക്കാം. ഇവിടെ നിന്നൊരു കണക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇതിങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കണക്റ്റായ പോലെ വെക്കാം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് നേരെ അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് തട്ടിപ്പിക്കണം. പിന്നെ അയ്യ മഷ്റൂം കവ് ഞങ്ങൾ നോക്കണ്ട, അത് ഞാനിവിടെ കൊണ്ടുവച്ചേട്ടോ. വെണം പറഞ്ഞൊരു മരം വെക്കൂ. ഇവിടെ ഒരു മരം വരാണ്ട്. ആ മരം വന്നെങ്കിൽ അതിൽ നിന്ന് വള്ളി വളർന്ന പോലെ ഉണ്ടാവും. പിന്നെ ഇവിടെ സ്റ്റാൻഡാണല്ലേ, ഫ്ലോറ് സെറ്റാക്കണം നമുക്ക്. അങ്ങനെ കുറച്ച് ചില്ലറ പണിയുണ്ട്. അതൊക്കെ നമ്മൾ എന്തായാലും പ്രോപ്പറായി സെറ്റ് ചെയ്യും. അതിന് മുന്നേ എൻ്റെ മോൾ ഭാഗം സെറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ കിടക്കട്ടെ. റഫായി കിടക്കണം. അല്ല, റഫ് നോക്കാം. നമ്മൾ ഇവിടെ കിടക്കട്ടെ തൽക്കാലമല്ല, അത് തന്നെ കിടക്കണ്ടേ. പിന്നെ നമ്മൾ മോസ് ബ്ലോക്ക് ഇല്ലേ, അത് പൊട്ടിക്കാൻ മറന്നു ഇപ്പോൾ. അതിനിപ്പോൾ പൊട്ടിക്കൊന്നും ചെയ്യണ്ട, നമ്മൾ ഇത് തന്നെ ചെയ്യുക. പിന്നെ അതിവിടെ വെച്ചിട്ട് ഇത് ഇവിടെ വെക്കുക. ഇത് അങ്ങനെ കുറച്ച് പണിയിലാൽ മതി. അതിവിടെ തന്നെ കിടക്കട്ടെ. അല്ലേകൊണ്ട് ഇതിവിടെ കിടക്കട്ടെ. മറ്റേ തന്നെ അതിൻ്റെ അടുത്ത് വരണ്ട. പിന്നെ നമ്മൾ ഇങ്ങനെ ചെറിയ അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് വെച്ചാൽ മതി. പ്രശ്നമായിട്ടൊന്നും വരാനൊന്നും തോന്നില്ല. ഇവിടെ ഇത്ര തന്നെ മതി. ഒരു മല പോലെ തോന്നിക്കുമോ നമുക്ക് നോക്കി നോക്കേ. ഇതാണ് നമ്മളിവിടെ തിരിഞ്ഞു നോക്കിയിട്ട് ഏകദേശം ഒരു വീടിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു മല പോലെ തന്നെ ഉണ്ട്. ഏകദേശം ഒരു മല തന്നെ കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മളതിൻ്റെ അടിയിൽ ഇവിടെ വെക്കാൻ പോകുന്ന ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രനൈറ്റാണ് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഗ്രനൈറ്റ് അല്ല, വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വെക്കണം. നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. സ്ലാബാണ് വെക്കുക, ബ്ലോക്കല്ല വെക്കുക. അപ്പോഴേ പറഞ്ഞേക്കേ, ബ്ലോക്ക് വെച്ചാൽ ശരിയാവില്ല, സ്ലാബ് വെക്കണം നമ്മൾ. പിന്നെ ഈ മഷ്റൂം കൗവിനെ നോക്കുകയാണെങ്കിൽ നമ്മളെ ശ്രുതി പോയ മഷ്റൂം അല്ലല്ലേ, അതേമാതിരി ഞാനൊരു ബോട്ട് എടുത്ത് അങ്ങ് പോയി. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറേ ചുറ്റിയും മോനെ, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് അത്രയും ചുറ്റി ലാസ്റ്റ് ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് വന്ന് വീട്ടിൽ കണ്ടവരാണ് എനിക്ക് സമാധാനമായത്. അല്ലേ ഉറപ്പായിട്ട് ഞാൻ അവിടെ ചത്ത് ഇവിടെ റീസ്പോൺ ആക്കിയിട്ടുണ്ടാവും. അതായത് ഞാൻ ചെയ്യുക സാധാരണ. നമ്മളിവിടെ വെക്കാൻ പോകുന്ന ബ്ലോക്ക് ഡീസ്ലൈറ്റ് പോളിഷ് ചെയ്യാൻ പറ്റത്തില്ലേനു. ആ പോളിഷ് ചെയ്യാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ പറ്റിയിരുന്നു. ഡീസ്ലൈറ്റ് അത് ഗ്രാനൈറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഡീസ്ലൈറ്റ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പോളിഷ് ഒരു ഡീസ്ലൈറ്റ് ചെയ്യാനാവട്ടോ. പോളിഷ് ഉണ്ട് ഇവിടെ. പോളിഷ് കൊണ്ട് നമ്മൾ കുറച്ച് ഒരു 30 സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ലാബ് ഉണ്ടാക്കുന്നത് ഈ 30 സ്ലാബും നമുക്ക് ഞാളെ കൊണ്ട് വെക്കണം. എൻ്റെ കയ്യിലുള്ള ഫുഡ് നോക്കണ്ട, അതും ആ മഷ്റൂം അതിന് തന്നെ എടുത്തതാണ്. നമ്മൾ ഇപ്പോൾ സ്ലാബല്ലേ സെറ്റ് ചെയ്യണ്ട. നമുക്ക്
സ്ലാബ് പൊട്ടിക്കരുത്. സ്ലാബ് ഇവിടുന്നേ തുടങ്ങണം. ഇവിടുന്ന് ഇതിൻ്റെ അടിയിലേക്ക് പോയൊരു പണിയാവ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാവും. നമുക്ക് കാടെ വെച്ചിടാം. അപ്പോൾ തൽക്കാലം ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാത്തൊന്നും ഇപ്പം അത് ഇങ്ങോട്ട് വരാൻ പാടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ജസ്റ്റ് ഫോർ ഒരു ഇതിനാണത് കൊണ്ടുപോകുന്നത്. ഇത് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. ഈ പാത്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലേശം ഒരു പണിയുള്ള പണിയാണ്. ഷവലിന് ഡ്യൂറബിലിറ്റി നല്ലോണം കുറയും സാധനം ചെയ്യുമ്പോൾ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവച്ച് കണക്റ്റ് ആക്കണം. എൻ്റെ വഴി ശരിക്കും ഇതിലൂടെ അല്ല വരിക. നമ്മൾ ഇതിൻ്റെ മുന്നിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് ഒരു വഴി സെറ്റാക്കുന്നുണ്ട്. അന്നേരം ഈ വെള്ളം ലേശം അടയ്ക്കേണ്ടി വരും. പണിയാണല്ലോ. കുഴപ്പമില്ല, നമുക്ക് എന്താണ് സെറ്റാക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടെയും കൂടി നമ്മൾ ഒരു ഇത് വെച്ച് കൊടുക്കും. ഇത് വെച്ച് കൊടുക്കാം. അന്ന് വെച്ച് കൊടുക്കാൻ ഡേട്ടന്നെ വേണ്ടി ഡേട്ടുണ്ടോ നമ്മളതിൽ? എന്തായാലും ഡേട്ടുണ്ട്. ഈ ഒരു ഡേട്ട് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഈ സാധനം എടുത്ത് ഇവിടെ വെച്ചെടുക്കാം. ഇപ്പം സെറ്റാണ്. നമ്മൾ മൈനിങ്ങിൽ ലുക്കൊക്കെ മുകളിലേക്കുള്ള ലുക്ക് മാത്രമല്ലേ, കളി കഴിഞ്ഞില്ല കേട്ടോ. ഇതും കൂടി ചെയ്യാം. നമ്മൾ ഈ ഒരു തീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡീപ് സ്ലൈറ്റ് അതേപോലെ ഈ സാധനം വുഡ് ആണ് നമ്മൾ മൈനിങ് ഏരിയയിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുക. നമ്മുടെ ലേശപ്പണി കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എൻ്റെ റൂഫ് ചെയ്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ലേനും. പക്ഷെ നമ്മൾ ചെയ്യണം. നമുക്ക് ഈ ഡേട്ട് ഇങ്ങനെ ഒരു ബിൽഡിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ അതൊരു ഇതുണ്ടാവില്ല. നമ്മളിവിടെ വെച്ചാൽ കാണൂലേ, ശബരമുണ്ടാണല്ലോ പൊട്ടിക്കുന്ന കുട്ടി. അതായത് എടാ അതന്നെ ഇങ്ങനെ വെച്ചാൽ കാണും. ഇവിടെ മഴയും പെയ്തോ അതിൻ്റെ ഇടയിൽ. അതിങ്ങനെ വെക്കാം. ചെറിയ ഭാഗമേ കാണൂ. ആ ചെറിയ ഭാഗം നമുക്ക് അടിക്കേ. 4 ബ്ലോക്കേ ഉള്ളൂ ഇനി. ഇതിപ്പോൾ കയ്യല്ലോ. പിന്നെ താഴെ പോയ ഒരു ബ്ലോക്കും കൂടി എടുത്തിട്ട് ഇതുമ്പക്ക് ഇവിടെ ഇത്ര ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയൂ. കാരണം നമുക്ക് അത്ര വൃത്തി ഇവിടെ പാടില്ല. കാരണം മുകളിലേക്ക് ഇന്നും കാണാനും കൂടിയും പാടില്ല. നല്ല രസം വലിയൊരു ലുക്ക് ഇവിടെ വരുന്നുണ്ട്. അല്ലേ, എത്ര മതി, നമ്മൾ ഇത്ര സെറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ അവിടെ ഒരു മരം നടറല്ലേ, അത് സെറ്റാക്കേ. ബോൺവീൽ ഉണ്ടാകാനൊന്നുമില്ല. എന്നോണ്ട് ആ മരം വളരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുൾ ക്വാളിറ്റി കാണാൻ പറ്റത്തുള്ളൂ. ഞാനെന്ത് ചെയ്യാനായി നമുക്ക് ഇവിടെ ഒരു ഡേർട്ട് ഇതിൻ്റെ ലേശം വിട്ടിട്ട് ഇവിടെ ഒരു ഡേർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ലേശം ഒരു ഡേർട്ട് പ്ലാറ്റ്ഫോം ആക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ ലേശം ഒന്ന് കുഴിച്ച് പാട്ടിയിട്ട് ഇവിടെ ലേശം ഒരു ഭാഗത്ത് ഡേർട്ടായി കളട്ടെ. എന്നാലും ഈ ഒരു ഇത് കിട്ടും, വൈബ് കിട്ടും. ഇനി ശേഷം നമ്മൾ നേരെ കൊണ്ടുവച്ച് ഇങ്ങോട്ടേക്ക് കണക്റ്റ് ആകുമ്പോൾ മര്യാദ ഡേർട്ട്. ഒന്നും പറഞ്ഞ് കളിക്കില്ല. എന്തോന്നാണ് ഞാൻ കാണിക്കുന്നത് ഇനി. അവിടെ തന്നെ നൈറ്റാണ്. ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നൈറ്റാണ്. നൈറ്റ് സ്കിപ്പ് ചെയ്യാനായിട്ടൊരു ബെഡ് മാത്രമേ ഉള്ളൂ. ആ ബെഡ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചാൽ വരേക്ക്. ഇവിടെ ഒരു ടെക്നോളജി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യേ നേരെ പോവും. നമ്മളത് വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.